നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അമേരിക്കൻ റവല്യൂഷനെ കുറിച്ചാണ്. ഇപ്പോൾ PSC പരീക്ഷകളിൽ സ്കൂൾ ടെക്സ്റ്റുകളെ ആസ്പദമാക്കി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ അമേരിക്കൻ റവല്യൂഷൻ എന്ന ചാപ്റ്ററിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ടോപ്പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന തരത്തിൽ ഉള്ള പോയിന്റ്സുകൾ മാത്രം. നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്, അമേരിക്കൻ റവല്യൂഷൻ നടന്ന കാലഘട്ടം 1765 മുതൽ 1783 വരെയുള്ള കാലഘട്ടത്തിലാണ് അമേരിക്കൻ റവല്യൂഷൻ നടന്നത്. പീരീഡ് ഒന്നുകൂടെ പറയാം, 1765 മുതൽ 1783 വരെയാണ്. എന്തിനെതിരെയായിരുന്നു അമേരിക്കൻ റവല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെയാണ് അമേരിക്കൻ റവല്യൂഷൻ നടന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ എങ്ങനെ അമേരിക്കയിലെത്തി എന്നതിനെക്കുറിച്ച് 2-3 പോയിന്റ്സ് പറയാം. 17ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിൽ മതപീഡനം നേരിട്ട ഒരു വിഭാഗം ജനങ്ങൾ അമേരിക്കയിൽ എത്തിച്ചേരുകയുണ്ടായി. മെയ് ഫ്ലവർ എന്ന കപ്പലിലാണ് ഇവർ അമേരിക്കയിൽ എത്തിച്ചേർന്നത്. ഇവരെ അറിയപ്പെട്ടിരുന്നത് പിൽഗ്രിം ഫാദേഴ്സ് അഥവാ തീർത്ഥാടക പിതാക്കന്മാർ എന്നാണ് അറിയപ്പെട്ടത്. ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ എത്തിച്ചേർന്നത്. ഇവർ പിന്നീട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലെ തനത് ജനവിഭാഗമായ റെഡ് ഇന്ത്യൻസിനെ അടിച്ചമർത്തുക ചെയ്യുകയും അമേരിക്കയെ 13 കോളനികളായി വിഭജിക്കുകയും ഈ കോളനികൾ ഇവർ ഭരണം കൈയാളുകയും ചെയ്തു. പിന്നീട് ഇവർ നടപ്പിലാക്കിയ നിയമങ്ങൾക്കെതിരെ കോളനി നിവാസികളും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും തമ്മിൽ നടന്ന യുദ്ധസമാനമായ അവസ്ഥയാണ് നമുക്ക് അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ആരാണ് ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് ഓട്ടിസ് ആണ് ഈ മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്. അപ്പം നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന മുദ്രാവാക്യത്തിൻ്റെ അല്ലെങ്കിൽ എന്ന ശ്ലോകത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് ഓട്ടിസ്. ഇനി അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഈ ബോസ്റ്റൺ ടീ പാർട്ടി ഏത് ദിവസമാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 16, 1773. ഇപ്പോൾ ഡിസംബർ 16, 1773 ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. ഇത് ബോസ്റ്റൺ തുറമുഖത്ത് റെഡ് ഇന്ത്യൻസ് എന്ന് കരുതപ്പെടുന്ന, അല്ലെങ്കിൽ റെഡ് ഇന്ത്യൻസിനെ പോലെ വേഷം ധരിച്ച ആളുകൾ ബോസ്റ്റൺ തുറമുഖത്ത് എത്തുകയും അവർ കപ്പലുകൾ, അമേരിക്കൻ കപ്പലുകളിൽ കയറി, അതായത് ബ്രിട്ടീഷ് കപ്പലുകളാണെന്നുണ്ടായിരുന്നത്, കപ്പലുകൾ കയറി അതിലുണ്ടായിരുന്ന ടീ പാക്കറ്റ്സുകളെല്ലാം കടലിലേക്ക് എടുത്ത് തള്ളി. അതായത് അന്ന് ടീയുടെ ടാക്സ് വളരെയധികം കൂട്ടിയിരുന്നു. അപ്പോൾ അതിനെതിരെ ഇവർ പ്രതികരിച്ച ഒരു രീതിയാണിത്. ഇതിനെ അറിയപ്പെടുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ്. ഇനി അറിയപ്പെട്ട 2 പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസും സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസുമാണ്. അപ്പോൾ ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുന്ന നിയമങ്ങൾക്കെതിരെ 13 കോളനികളും ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഒത്തുകൂടി അതിനെതിരെ ഒരു തീരുമാനം എടുക്കുന്ന പ്രക്രിയ. ഓക്കെ, അപ്പോൾ ഇവർ ഒത്തുകൂടിയിരുന്നത് ഫിലാഡൽഫിയയിലായിരുന്നു, അമേരിക്കയിലെ ഫിലാഡൽഫിയയിലായിരുന്നു ഒത്തുകൂടിയിരുന്നത്. ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത് 1774. അപ്പോൾ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1774 ഈ ഫസ്റ്റ് കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന കോളനി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജിയ എന്ന് പറയുന്ന കോളനിയാണ് ഫസ്റ്റ് കോൺഗ്രസ് പങ്കെടുക്കാതിരുന്നത്. ഇനി സെക്കൻഡ് കോണ്ടിനെൻ്റൽ നടന്നത് 1775. എന്താണ് ഈ സെക്കൻഡ് കോണ്ടിനെൻ്റലിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് കോണ്ടിനെൻ്റലാണ് ജോർജ് വാഷിങ്ടണിനെ കോളനികളുടെ ആർമി ചീഫായി എലക്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ സെക്കൻഡ് കോണ്ടിനെൻ്റൽ 1775 പ്രത്യേകത ജോർജ് വാഷിങ്ടണിനെ കോളനികളുടെ കമാൻഡർ ഇൻ ചീഫായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ജൂലൈ 4, 1776. ആ ദിവസമാണ് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതെന്നാണ് ജൂലൈ 4, 1776. ഈ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നിട്ടാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ആരൊക്കെയാണ് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എഴുതി തയ്യാറാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ടും ആചരിക്കുന്ന ദിവസം. ജൂലൈ 4, 1776 മറന്നു പോകരുത്. ഇനി ഈ ബ്രിട്ടീഷുകാരും ഈ കോളനികളും തമ്മിൽ നടന്ന യുദ്ധം അവസാനിക്കുന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1781 1781 കോളനികളും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും നടന്ന യുദ്ധം അവസാനിക്കുന്നത്. ഇനി മറ്റു ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവ് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് 1789 1789 ഇനി ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് വാഷിങ്ടൺ ആണ് ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ്. ഓക്കെ, ഇനി ഏത് ട്രീറ്റി പ്രകാരമാണ് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരീസ് ട്രീറ്റി 1783. അമേരിക്കൻ കോളനികൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ട്രീറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരീസ് ട്രീറ്റി 1783. ഇനി അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രശസ്തമായ കോട്ടാണ് എവരി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. എല്ലാ മനുഷ്യർക്കും ചില മൗലിക അവകാശങ്ങളുണ്ട്, ഒരു ഗവൺമെൻറ്റിനും അത് തടയാൻ അല്ലെങ്കിൽ എടുത്തു കളയാൻ അല്ലെങ്കിൽ നിർത്തലാക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ അതിനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജോൺ ലോക്ക്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.